ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മാസ് ടേസ്റ്റി കിച്ചൺ. നമ്മൾ ഇന്നൊരു സ്പൈസി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫ്രൈഡ് റൈസിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണിത്. അതിനായി ഞാനിവിടെ 3/4 കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായി അരിഞ്ഞു വെക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കണം. അതിനൊരു 15 മുളകെടുത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. നമുക്കിനി ഇത് തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, എന്നിവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുളകിന്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ എണ്ണയിലിട്ട് നല്ലതുപോലെ വഴറ്റണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വറ്റിച്ചെടുക്കാം. അപ്പം വെള്ളം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സോസ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാനിൽ റൈസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അടച്ച് വെള്ളം തിളപ്പിക്കാനായി വയ്ക്കാം. തിളച്ച വെള്ളത്തിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് റൈസ് വേവിച്ചെടുക്കണം.
80-85% വെന്താൽ മതി. വെന്ത റൈസ് നമുക്കിനി ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടും. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് നമുക്കൊന്ന് ചിക്കി എടുത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനുള്ള പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ 2 ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഇത് രണ്ടും ചെറുതായി അരിഞ്ഞത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്തുടയരുത്, ചെറുതായി ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയുടെ തണ്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരല്പം മതി. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പോർഷൻ ചെറുതായി അരിഞ്ഞതുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. വൈറ്റ് പോർഷൻ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം. 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്തു പോകരുത്, എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷെസ്വാൻ സോസ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം.
അടുത്തതായി നമുക്ക് റൈസ് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.